കേരളത്തിൽ സ്വർണ്ണവിലയിൽ വൻ കുതിച്ചുചാട്ടം. മാർച്ചിലെ ഏറ്റവും ഉയർന്ന വിലയാണ് സ്വർണത്തിന്. ഒരു പവൻ ആഭരണം വാങ്ങാൻ 52,000 രൂപ ചെലവ് വരുമെന്ന് ജ്വല്ലറി വ്യാപാരികൾ പറയുന്നു. ഈ മാസം രണ്ടാം തവണയാണ് വിലയിൽ വൻ കുതിപ്പുണ്ടാകുന്നത്. രണ്ടാം തീയതി 680 രൂപ ഉയർന്നിരുന്നു. ഇന്ന് 660 രൂപ കൂടി. 2 ദിവസത്തിനിടെ 1200 രൂപയിലധികമാണ് വർദ്ധിച്ചിരിക്കുന്നത്. സോളാർ സൂചിക ഇടിഞ്ഞതാണ് സ്വർണ്ണവില കുതിക്കാൻ കാരണം. മാത്രമല്ല, ആഗോള വിപണിയിൽ സ്വർണ്ണവില കൂടിയിട്ടുമുണ്ട്. കൂടുതൽ രാജ്യങ്ങൾ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് വീഴുന്നു എന്ന സൂചനയും വന്നു. OPEC+ രാജ്യങ്ങൾ എണ്ണ ഉൽപ്പാദനം വെട്ടിക്കുറച്ചത് വിപണിക്ക് നേരെ ആശങ്ക സമ്മാനിക്കുന്നുണ്ട്. ഇതിനിടെയാണ് സ്വർണ്ണവിലയിൽ വലിയ കുതിപ്പുണ്ടായിരിക്കുന്നത്. കേരളത്തിൽ ഇന്ന് പവന് സ്വർണത്തിന് 560 രൂപ വർദ്ധിച്ച് 47,560 രൂപയായി. ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 5,945 രൂപയിലും എത്തി. ഈ രീതിയിൽ വില വർദ്ധിച്ചാൽ സർവകലാ റെക്കോർഡിലേക്ക് വൈകാതെ സ്വർണ്ണമെത്തും. ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ 52,000 രൂപ ചെലവ് വരും. പണിക്കൂലിയും GSTയും ചേരുമ്പോഴാണിത്. സോളാർ സൂചിക ഇടിയുന്നത് സ്വർണ്ണവില ഉയരാൻ പ്രധാന കാരണമാണ്. 104 നിന്ന് 103 സൂചിക ഇടിഞ്ഞിട്ടുണ്ട്. ഇത് മറ്റ് പ്രധാന കറൻസികൾക്ക് ബലം വർദ്ധിപ്പിക്കും. അത്തരം കറൻസികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്വർണം വാങ്ങൽ വർദ്ധിക്കുകയും ചെയ്യും. ഇതോടെ സ്വർണ്ണവില ഉയരാൻ തന്നെയാണ് സാധ്യത. സോളാർ സൂചിക ഉയർന്നാൽ സ്വർണ്ണവില താഴും. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണം കുതിക്കുകയാണ്. ഇന്നലെ ഔൺസിന് 2,100 രൂപ കടന്നു. ഇന്നും വില കുതിക്കുകയാണ്. ഇതിൻ്റെ പ്രതിഫലനമാണ് കേരള വിപണിയിലും കാണിക്കുന്നത്. US ഫ്യൂച്ചേഴ്സ് വില സർവകലാ റെക്കോർഡിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പരിശീലന നിരക്ക് വെട്ടിക്കുറച്ചേക്കുമെന്ന അഭ്യൂഹവും സ്വർണ്ണവില ഉയരാൻ കാരണമായിട്ടുണ്ട്. US വിപണി മാന്ദ്യത്തിലേക്ക് കടക്കാതിരിക്കാൻ പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് കരുതുന്നത്. ഈ തോന്നലാണ് നിക്ഷേപകർക്കിടയിൽ സ്വർണം പ്രിയമാക്കുന്നത്. അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ചെയർമാൻ US കോൺഗ്രസിൽ നിന്ന് നൽകുന്ന മൊഴി സ്വർണ്ണ വിപണിയിൽ നിർണായകമാണ്. പലിശ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് നിക്ഷേപകർ കാതോർക്കുന്നത്. അതേസമയം OPEC+ രാജ്യങ്ങൾ എണ്ണ ഉൽപ്പാദനം കുറയ്ക്കുന്നത് തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. വില കുതിക്കുമെന്ന് കരുതിയെങ്കിലും ഇന്നലെ വലിയ വർധനമുണ്ടായിട്ടില്ല എന്നാണ് ആശ്വാസകരം. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ 82.92 എന്ന നിരക്കിലാണുള്ളത്. ലോക വിപണിയിലെ മാറ്റത്തിനനുസരിച്ചാകും വരും ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ വർധനവും ഇടിവും.